ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ക്ലാസ് 8 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ളത് ഒരു കോംപ്രിഹെൻഷനാണ്. ദ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ചാപ്റ്ററിലുള്ള ഒരു പോർഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് വാസ് എ ഡിഫിക്കൽറ്റി ഫേസ്ഡ് ബൈ കലാംസ് ഫാമിലി ഡ്യൂ ടു ദ പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്? അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലാർജ് ഫാമിലി ഫെൽ ദ ഡിഫിക്കൽറ്റീസ് അക്യുറേറ്റ്ലി. ഫുഡ്, ക്ലോത്ത്സ്, ദ നീഡ് ഓഫ് ദ ബേബീസ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഓൾ ബിക്കെയിം ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ. ഇതാണ് ആദ്യത്തിൻ്റെ ആൻസർ. സംസുദ്ദീൻ കെയിം അപ്പ് വിത്ത് എ പ്രൊപ്പോസൽ ബിക്കോസ് അതിന് ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുണ്ട്. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹാഡ് പ്ലേസ്ഡ് a number of sanctions and rations on goods, something like a state of emergency now prevailing in the country. The difficulties of the war continued to affect Kalam's family. The rail stop at Rameshwaram station had been done away with. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഷംസുദ്ദീൻ കെയിം അപ്പ് വിത്ത് എ പ്രപ്പോസൽ. ഷംസുദ്ദീൻ എന്തുകൊണ്ടാണ് ഒരു പ്രപ്പോസലായിട്ട് വന്നത്? ദ റെയിൽ സ്റ്റോപ്ഡ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ ഹാഡ് ബീൻ ഡൺ അവേ വിത്ത്. അപ്പോൾ രാമേശ്വരം സ്റ്റേഷനിൽ നിർത്തുന്ന ആ ട്രെയിൻ ഇനി മുതൽ നിർത്തില്ല അവിടെ, അതുകൊണ്ടാണ് പ്രപ്പോസലും കൊണ്ട് വന്നത്. കലാം വാസ് ഓഫേർഡ് എൻ എൻജോയബിൾ ജോബ് ബൈ ഷംസുദ്ദീൻ. വാട്ട് വാസ് ദാറ്റ്? കലാമിന് ഒരു ജോലി കൊടുത്തായിരുന്നു ശംസുദ്ദീൻ. അവന് സന്തോഷത്തോടെ അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് കൊടുത്തത്. എന്തായിരുന്നു അത്? ഷംസുദ്ദീൻ ഓഫേർഡ് മീ ദ എൻജോയബിൾ ജോബ് ഓഫ് കളക്ടിങ് ദീസ് ബണ്ടിൽസ് ഓഫ് പേപ്പർ ത്രോൺ ഫ്രം ദി മൂവിങ് ട്രെയിൻ ആൻഡ് ദെൻ ടേക്കിംഗ് ദം അറൗണ്ട് ടൗൺ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. അതും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് ആൻസറായിട്ട് വരിക. ട്രെയിനിൽ നിന്ന് എറിഞ്ഞ് പ്ലാറ്റ്ഫോമിലേക്ക് ഇടുന്ന പേപ്പറിൻ്റെ ബണ്ടിൽസ് എടുത്ത് കളക്ട് ചെയ്യുക, എന്നിട്ട് അത് എല്ലാ വീടുകളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ജോലി കിട്ടിയത്. റീഡ് ദ given lines from hope is a thing with feather and answer the question that follow. hope is a thing with featherൻ്റെ ഒരു 8 lines നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ആൻസർ ചെയ്യാം. വേർ ഡസ് ഹോപ്പ് പ്രീച്ച് അക്കോർഡിംഗ് ടു ദ പോം? ഈ ഒരു പദ്യത്തിന് വെച്ചിട്ട് ഹോപ്പ് എവിടെയാണ് പ്രീച്ച് ചെയ്യുന്നത്? ഇൻ ദ സോൾ. സെക്കൻഡ് ലൈനിൽ തന്നെ ഉണ്ട് ദാറ്റ് പ്രീച്ചസ് ഇൻ ദ സോൾ എന്നുള്ളത്. ഇനി 5th ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയിറ്റ് ഡിസ്ക്രൈബ് ഹോപ്പ് ആസ് സംതിങ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ? പോയിറ്റ് എന്തുകൊണ്ടാണ് പ്രത്യാശ സംതിങ് ദാറ്റ് നെവർ സ്റ്റോപ്പ്, നിർത്താത്ത എന്തോ ഒരു സാധനമാണെന്ന് പറയുന്നത്? ദ പോയിറ്റ് കമ്പയർസ് ഹോപ്പ് ആസ് സംതിങ് ദാറ്റ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ദിസ് മീൻസ് ദാറ്റ് ഇൻസൈഡ് ആസ് ഹോപ്പ് ഈസ് ഓൾവേസ് പ്രസൻറ്റ് ഈവൻ ഇൻ അവർ ഡാർക്കസ്റ്റ് ടൈംസ്. ഇറ്റ് ക്വൈറ്റ്ലി കീപ്പ് us ഗോയിങ് വിതൗട്ട് ആസ്കിങ് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ. അതാണ് ആൻസർ. ബ്ലൂ കളറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സ്റ്റോം ഇൻ ദ പോയറ്റ് സിംബലൈസസ്? ഈ പോയത്തിലുള്ള സ്റ്റോം, കൊടുങ്കാറ്റിനെ എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? ഡിഫിക്കൽട്ട് ചലഞ്ചസ് ഇൻ ദ ലൈഫ്. നമ്മുടെ ജീവിതത്തിലുള്ള ദുർഘടമായ കാലഘട്ടങ്ങളെയാണ് ഈ സ്ട്രോം എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ലൈൻസ് ഫ്രം ദ 7 ages ഓഫ് മാൻ ആൻഡ് പ്രിപ്പയർ എ പാരഗ്രാഫ് യൂസിങ് ദ ഹിൻസ് ഗിവൻ ബിലോ. അപ്പോൾ 7 ages ഓഫ് എ മാൻ എന്ന് പറഞ്ഞ ആ പോയത്തിൻ്റെ വരികൾ തന്നിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ ആണ് ഇത് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഹിൻസ് തന്നിട്ടുണ്ട്. ആ ഹിൻഡ് വെച്ച് നമ്മളൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻ ഹിസ് ഫേമസ് poem 7 Ages of Man, Speeches from As You Like It, William Shakespeare compares human life to a theatrical play in which each person is an actor performing different roles over time. He describes 7 stages beginning with infancy, marked by helpless crying and complete dependence on others. The schoolboy follows, trudging unwillingly to school with a shy morning face. Next comes a loyal lover full of sigh and poetic expressions of passion, and then the soldier quick to quarrel, seeking honor and risking life for a fleeting bubble reputation. In justice, maturity brings wisdom, authority and comfort, reflected in a round belly and thoughtful speech. With old ages, the once active man becomes lean, cautious and dependent, moving slowly with spectacles and thin voice. Finally, life returns to second childhood, a stage of complete dependency marked by the loss of teeth, sight and speech. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു പോയത്തിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. മെറ്റഫർ ഉണ്ട്, ആൾട്രേഷൻ ഉണ്ട്, എംഫസിസ് എ ഇന്നെവിറ്റബിൾ സൈക്കിൾ ഫ്രം ബർത്ത് ടു ഡെത്ത്. അപ്പോൾ അതിന് ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്.
റീഡ് ദ പാസേജ് ആൻഡ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ നമുക്കൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അതൊരു യൂസ് ഓഫ് ഡ്രഗിനെയൊക്കെ പറ്റിയുള്ളൊരു പാസേജാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പിക്ക് ഔട്ട് ഫ്രം ദ പാസേജ് വൺ ഓഫ് ദ കോൺസിക്വൻസസ് ഓഫ് ടേക്കിംഗ് ഹാർംഫുൾ ഡ്രഗ്സ് ഡ്യൂറിങ് യങ് ഏജ്. അത് ആ പാസേജിൽ തന്നെയുള്ള ഒരു സെൻറ്റൻസാണ്. ഡാമേജ് ദ ബ്രെയിൻ ആൻഡ് എഫക്റ്റ് മെമ്മറി. സജസ്റ്റ് എ റെമഡി ഫോർ എ പേഴ്സൺ ഹു ഫീൽ സ്ട്രെസ്ഡ് ആൻഡ് പ്രഷർ. ഇതും ആ പാസേജിൽ തന്നെ ഉള്ളതാണ്. ടോക്ക് ടു ട്രസ്റ്റഡ് അഡൾട്ട്സ് സച്ച് ആസ് പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് ഓർ കൗൺസിലേഴ്സ്. നെക്സ്റ്റ്, റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ആൻഡ് പിക്കപ്പ് റൈറ്റ് ഓപ്ഷൻ ബേസ്ഡ് ഓൺ ദ പാസേജ്. അതിനകത്ത് എ ആൻഡ് സി ആർ കറക്റ്റ്. ഇനി നെക്സ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഫ്രം ആൻസർ ഇനി 1 ഫ്രം ഈച്ച് സെറ്റ്. ഈ 11ൻ്റെയും 12ൻ്റെയും സെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ആൻസർ ചെയ്താൽ മതി. 12, 13 3 ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഓർ ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറഞ്ഞ ലെസൻ്റെ അകത്ത് നിന്നുള്ള ക്വസ്റ്റ്യനാണ് 2 എണ്ണം വന്നിട്ടുള്ളത്. ഒരെണ്ണം ഒരു കോൺവെർസേഷൻ എഴുതാനും ഒരെണ്ണം ഒരു സ്റ്റോറി, ഈ എൻഡിങ് മാറ്റിയിട്ടുള്ളൊരു സ്റ്റോറി എഴുതാനുമാണ്. രണ്ടാമത്തത് വന്നിട്ട് പ്രിസ്ക്രിപ്ഷൻ ഓഫ് ലൈഫിൻ്റെ ഒരു ഡയറി എൻട്രി എഴുതാനാണ്. നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ഒരു ഡയറി എൻട്രി, സെയിം തന്നെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഡയറി എൻട്രി എഴുതാനായിട്ട്. ദ റെസിഡൻറ്റ് ഓഫ് രാമേശ്വരം വില്ലേജ് ഹാഡ് എ ഡിഫിക്കൽറ്റി വെൻ ടൈം. അത് ഒരു ഇമെയിൽ എഴുതാനാണ്. അത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഗ്രാനി ഇൻ ദ സ്റ്റോറി ലോങ് വാക്ക് ഈസ് എൻ എംബോഡിമെൻറ്റ് ഓഫ് ലവ്, അഫെക്ഷൻ ആൻഡ് കെയർ. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് തന്നിട്ടുള്ളതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. റീഡ് ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ദ ലൈറ്റ്. അപ്പോൾ അതും നമുക്ക് തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. ജെറോമിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. അത് ഞാൻ റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ്, റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ന്യൂസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന് ആൻസറൊക്കെ കിട്ടും. ദ ഹെഡ്ലൈൻസ് ദാറ്റ് മേക്സ് എവറി ഇന്ത്യൻ മോൺ. അപ്പോൾ ഇതിലേത് ഹെഡ്ലൈനാണ് നമ്മൾ കരയിപ്പിക്കുന്നത്? ഹൂ ഈസ് അവാർഡഡ് ഫോർ ബീയിങ് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആർക്കാണ് അവാർഡ് കിട്ടിയത്? ഹൗ ആർ ദ ട്രൈബൽ പീപ്പിൾ ഓഫ് പാർവതിപുരം ഏബിൾ ടു ബ്രിങ് എ ന്യൂ ലൈഫ് ഡോൺ ടു ദിയർ ലൈഫ്. അപ്പോൾ പാർവതിപുരത്തിലെ ആളുകൾക്ക്, ട്രൈബൽ ലൈഫിലുള്ള ആളുകൾക്ക് എന്താണ് ഒരു പ്രത്യാശയുടെ വെളിച്ചം കൊടുത്തിരിക്കുന്നത്? അത് നമുക്ക് ഇത് വായിച്ച് നോക്കുമ്പോൾ അറിയാം. അതിന് ആൻസർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. ഫിൽ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസസ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അത് അപ്രോപ്രിയേറ്റ് ഫ്രേസസ് ഫില്ല് ചെയ്യാനാണ്. മേഡപ്പ് ഹെയർസ് മൈനാണ് ആൻസർ എ. ആൻസർ ബി പുട്ട് അക്രോസ് ആണ്. ആൻസർ സി ഗോ ഓൺ ആണ്. നെക്സ്റ്റ്, എഡിറ്റ് ദ പാസേജ്. എറേഴ്സ് എല്ലാം ബോൾഡിൽ കൊടുത്തിട്ടുണ്ട്. ക്ലച്ചാണ് ഫസ്റ്റത്തെ എറർ, ക്ലച്ച്ഡാണ് വേണ്ടത്. ഐ ആമിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് എറർ ഐ വാസിൻ്റെ ആണ് വേണ്ടത്. മൂന്നാമത്തെ എറർ പ്രിസ്ക്രിപ്ഷൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. PRESCRIPTION ആണ് വരേണ്ടത്. നാലാമത്തേണ്ടത് മൈൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. മൈ പോക്കറ്റ് എന്നാണ് എഴുതേണ്ടത്. ലാസ്റ്റ് ഒരു കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷനകത്ത് ട്രെയിൻ ഡസൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അതിനകത്ത് കോൺവെർസേഷനാണ്. ഹൗ വിൽ യു ഡെലിവർ ദ ന്യൂസ് പേപ്പർ നൗ? ഐ വുഡ് ലൈക്ക് ടു ഡു ദാറ്റ് ജോബ് ഫോർ യു. ബി കെയർഫുൾ വെൻ പിക്കിംഗ് അപ്പ് ദ ബണ്ടിൽസ് ഫ്രം ദ മൂവിങ് ട്രെയിൻ. ഇതെല്ലാമാണ് ആ മിസ്സിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.